ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈയിടയ്ക്ക് നമ്മൾ നെഞ്ചക്കിൻ്റെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അതൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. 2-3 കമൻറ്റ്സ് മാത്രമേ ഉള്ളൂ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് തുടക്കത്തിൽ ഏത് നെഞ്ചക്ക് മേടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 എണ്ണം ഇരിക്കുന്നുണ്ട്. ഒരെണ്ണം സ്റ്റീലാണ്, പിന്നെ ഇത് വുഡ്, പിന്നെ ഇത് ഫൈബർ. തുടക്കത്തിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏത് നെഞ്ചക്ക് മേടിക്കണം എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു കാര്യം കൂടിയുണ്ട്, എന്തിന് മേടിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാർഷൽ ആർട്സ് പഠിക്കുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്നൊരു നമ്മൾ പഠിച്ച് ഒരു സിറ്റുവേഷനൊക്കെ എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ അവർ തന്നെ പറയും നെഞ്ചക്ക് മേടിച്ച് നമുക്കത് പ്രാക്ടീസ് തുടങ്ങാം എന്ന് പറയും. ഇല്ല, ചില ആളുകൾ ചിലപ്പോൾ വീഡിയോസൊക്കെ കണ്ടല്ലെന്നാണെങ്കിൽ മൂവീസൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു ക്രേസ് തോന്നും ഇതിനോട്. അപ്പോൾ അങ്ങനെ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇതൊരു എന്താ പറയുക, അറ്റാക്ക് ചെയ്യുന്നൊരു വെപ്പണാണ് ബേസിക്കലി. അപ്പോൾ അതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു യൂസ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല പലരും ഇത് മേടിക്കുന്നത്. അവർ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനും അവർക്ക് അതിനോടുള്ള ഒരു ക്രേസ് കൊണ്ടിട്ടൊക്കെ ആയിരിക്കും മേടിക്കുന്നത്. പ്രാക്ടീസ് മീൻസ് നമ്മളുടെ കുറേ കാര്യങ്ങളുണ്ട്, അത് കുറച്ച് കഴിഞ്ഞ് പറയാം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തുടക്കത്തിൽ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഏത് മേടിക്കണം. അപ്പോൾ ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് തുടക്കത്തിൽ ഇത് തന്നെയാണ്. ഇത് ഫൈബറാണ്. ഓക്കെ, സ്പോഞ്ചാണ് ഇതിൻ്റെ പുറത്തുള്ളത്. ഉള്ളിൽ എന്തൊരു പ്ലാസ്റ്റിക്കോ വലിയ വെയിറ്റൊന്നും ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് വുഡിൻ്റെയാണ്. ഇത് ഞാൻ മേടിച്ചിട്ട് അധികം നാളായിട്ടില്ല, മേ ബി ഒരു 1 year ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് വുഡിൻ്റെയാണ്. ഇതൊരു 20 വർഷം മുന്നേ മേടിച്ചാണ്. കണ്ടാലറിയാം ഇവിടെയൊക്കെ ഏകദേശം ഒന്ന് എന്താ പറയുക, റസ്റ്റി അല്ലെങ്കിൽ തുരുമ്പൊക്കെ എടുത്തിരിക്കുന്നൊരു സിറ്റുവേഷനാണ്. ഇതാണ് ഞാൻ ലാസ്റ്റ് മേടിച്ചത്, ഏത് സ്റ്റീലിൻ്റെത്. ഓക്കെ, ഇത് പണ്ട് ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ മേടിച്ചാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ വുഡാണ് റെക്കമെൻഡ് ചെയ്തത്, അതുകൊണ്ടിട്ടാണ് നമ്മൾ വുഡ് മേടിച്ചത്. ആ സമയത്തും സ്റ്റീലും ഫൈബറൊക്കെ അവൈലബിൾ ആയിരുന്നു, പക്ഷേ വുഡാണ് സജസ്റ്റ് ചെയ്തുകൊണ്ടിട്ട് അത് മേടിച്ചത്. ഓക്കെ, ഇനി നമ്മൾ തുടക്കത്തിൽ ഇത് മേടിക്കാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് വെച്ചിട്ട് 1-2 അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പെയിനോ കാര്യങ്ങളോ അല്ലെന്നാണെങ്കിൽ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇതെവിടെയാണ് അടി കൊള്ളുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഇതിൽ വന്നടിക്കാനൊരു ചാൻസ് ഉണ്ട്, ഈ ഒരു എന്താ പറയുക എല്ലിൽ. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ മസിൽസ് അല്ലെങ്കിൽ ഫ്ലഷ് ഉള്ള ഏരിയയിൽ വേണം കൂടുതലും കൊള്ളിച്ചെടുക്കാൻ. അല്ലാത്ത പക്ഷം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലിൽ കൊണ്ടുകഴിഞ്ഞാൽ നല്ല പെയിൻ ആയിരിക്കും, പ്രത്യേകിച്ച് തലയുടെ ബാക്കിൽ, പിന്നെ ഈ ഒരു പോർഷൻ. പിന്നെ അതേപോലെ തന്നെ പല സ്ഥലത്തും അടി കൊള്ളാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അടി കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഫൈബർ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ഇതുണ്ടോ, ഇതിലൊക്കെ ആ മസിലാണ് നമ്മൾ ടച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അല്ലെന്നാണെങ്കിൽ ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇതുണ്ടോ, മസിലിൽ ടച്ച് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അതിപ്പോൾ ഏത് യൂസ് ചെയ്യണമെങ്കിലും, ഇപ്പോൾ സ്റ്റീലാണെങ്കിൽ നമ്മളിതുണ്ടോ, ഓക്കെ, മസിലാണ്. പക്ഷേ ഈ അടി നമ്മളുടെ എല്ലിനിട്ടാണ് കൊള്ളുന്നത്. ഇപ്പോൾ ഇവിടെയാണ് കൊള്ളുന്നത്, കൈ മാറിപ്പോൾ ഇവിടെ കൊള്ളുന്നു. അല്ലെന്നാണെങ്കിൽ നമ്മളിപ്പോൾ ബാക്കിൽ എടുക്കും. ഇത് കണ്ടോ, ഇതിങ്ങനെ കറക്കിയിട്ട് ബാക്കിലേക്ക് എടുക്കും. കണ്ടോ, അത് കിട്ടുന്നില്ല, ഇരുന്ന് ചെയ്യുന്നുണ്ടോ, ഇതുണ്ടോ, കണ്ടോ, ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ തുടക്കത്തിൽ ഇത് വന്നത് ഇവിടെ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഫൈബറാണെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ തുടക്കത്തിൽ ഇത് എന്താ പറയുക, സ്പിൻ ചെയ്ത് അല്ലെങ്കിൽ കറക്കി പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കണമെങ്കിൽ ഫൈബർ മേടിക്കുക. ഓക്കെ, ഫൈബർ വൺസ് കംഫർട്ടബിളായി കഴിഞ്ഞിട്ട് വുഡിലേക്ക് കിടക്കുക. വുഡ് ഒരുവിധം കംഫർട്ടബിളായി കഴിയുമ്പോൾ സ്റ്റീലിലേക്ക് കിടക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ചെയിൻ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് ഇതിൽ. ഓക്കെ, നോക്കുക, ഇതുണ്ടോ, ഇതിൻ്റെ ചെയിൻ, ഈ ഫൈബറിനാണ് ചെയിൻ കുറവുള്ളത്. ഓക്കെ, ഇത് നോക്കണമെങ്കിൽ കണ്ടോ, ഇവിടെ നിന്ന് ലെവൽ ചെയ്തു, കണ്ടോ, ഇത് ഇത്രയും ചെയിനുണ്ട്. ഓക്കെ, കണ്ടോ, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചെയിൻ കുറവാണെങ്കിൽ ചില മൂവ്മെൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, ഈസി ആയിട്ട്. ദാറ്റ് മീൻസ് മറ്റേതിൽ പറ്റില്ലെന്നല്ല, ചെയ്യാൻ പറ്റും, പക്ഷേ അത് അത്രയ്ക്കൊരു കംഫർട്ടബിൾ അല്ലെങ്കിൽ അത്രയ്ക്കൊരു ഭംഗിയിൽ ചിലപ്പോൾ വന്നെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് ചെയിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി ഇത് നോക്കുക, എല്ലാത്തിലും ചെയിൻ്റെ ഇത് വ്യത്യാസമുണ്ട്. കണ്ടോ, ഓക്കെ, ഇതുണ്ടോ, ചെയിൻ്റെ ആ ഒരു ലെങ്ത്തും കാര്യങ്ങളും. ഇപ്പോൾ വുഡിനാണ് ഏറ്റവും കൂടുതൽ, അതിൻ്റെ കുറവ് വരുന്നത് സ്റ്റീലിനാണ്.
അതിനേലും കുറവാണ് ഫൈബറിന്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മൂവ്മെൻറ്റ്സ് എടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത് ഈ ഒരു ലെവലിൽ വന്നതല്ല, ഇത് നമ്മൾ 2-3 എടുത്ത് കളഞ്ഞിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് ആക്കിയത്. ഇത് റിസ്റ്റിൽ സ്പിൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ചിലവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീളമുള്ള ചങ്ങല വെച്ചിട്ട് റിസ്റ്റിലിട്ട് സ്പിൻ ചെയ്യും. റിസ്റ്റിലിട്ട് സ്പിൻ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും, അല്ലാതെ നമുക്ക് ആ സ്പിൻ കിട്ടില്ല. ഓക്കെ, ഇത് നോക്കൂ, ഇതുണ്ടോ, കണ്ടോ, ഇവിടെയാണ് പിടുത്തം വരുന്നത്, കണ്ടോ. കാരണം ഇതിന് നീളം കൂടുതലാണ്. ഓക്കെ, ഈ ഒരു നെഞ്ചക്കിന് നമ്മൾ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചെടുത്തിരിക്കുന്നത്, കണ്ടോ. ഓക്കെ, അത് തിരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അതേപോലെ വന്നെന്ന് വരില്ല, കണ്ടോ. ഇതിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇതിങ്ങനെ വരുന്നത്, അല്ലെന്നാണെങ്കിൽ നമുക്കത് കിട്ടില്ല, കണ്ടോ. ഇവിടെ വരുന്നത്, കണ്ടോ. അതൊരു എന്താ പറയുക, ആ ചെയിനിന് നീളം ഉള്ളത് കൊണ്ടിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം വരുന്നത്, കണ്ടോ. നോക്കി, കണ്ടോ, ഇവിടെ വരുന്നത്. അല്ലെന്നാണെങ്കിൽ നമ്മൾ ചെറുതാക്കിയിട്ട് ഹാൻഡ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണം കറക്റ്റായിട്ട് ഈ വുഡിൽ പിടിക്കാൻ. അതെപ്പോഴും അങ്ങനെ കിട്ടിയെന്നും വരില്ല. ഇതുകൊണ്ടോ, ഇത് തന്നെ ഇങ്ങനെ തന്നെ വരുന്നത്, കണ്ടോ. അല്ലെന്നാണെങ്കിൽ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ പിടിക്കാം, പക്ഷേ ആ കംഫർട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇത് നമ്മൾ ഇതാണ് യൂസ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഇതാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതുണ്ടോ, ഇവിടെ നിന്ന് ക്ലീനാണ്, കണ്ടോ. അത് നമ്മൾ കുറച്ചിട്ടിരിക്കുന്നുണ്ടിട്ടാണ്, കണ്ടോ. അത് കുറച്ചിട്ടിരിക്കുന്നുണ്ടിട്ടാണ് ഇത്ര കംഫർട്ട് വരുന്നത്. ഇതിൻ്റെയും കുറവാണത്. ഓക്കെ, ഇതിലും നമുക്ക് ആ മൂവ്മെൻറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, കാരണം ഇതിനും ചെയിനിന് ലെങ്ത്ത് കുറവാണ്, കണ്ടോ. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാം. കറക്കാൻ ഏറ്റവും സുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാര്യം ശരി, ഇതൊരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു ഒത്തൻറ്റിക് ലുക്കെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും കറക്കാൻ ഏറ്റവും സുഖം എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇതാണ്. അതെന്തുകൊണ്ടിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് തന്നെയാണ് കാരണം ഇതിനേലും മറ്റേതിനേലും രണ്ടിനേലും വെയിറ്റുള്ളൊരു ഇതാണ് സ്റ്റീലിൻ്റേത്. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കുക, എടുക്കാൻ നേരത്ത് ചിലപ്പോൾ ഇവിടേക്ക് ബൾജ് ചെയ്തിരിക്കുന്ന നെഞ്ചൊക്കെ കിട്ടും. അത് മേടിക്കാതിരിക്കുക, കുറച്ച് കട്ടി കൂടുതലായിരിക്കും ആ ഒരു ഇതിന് വേറൊരു കാര്യമുണ്ട്, ഇതിങ്ങനെ ഇത് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞത് സ്റ്റിക്കായിട്ട് മാറുകയും ചെയ്യും, കണ്ടോ. ലോക്ക് ചെയ്യാൻ ചെയ്തിട്ടില്ല, കണ്ടോ. ഇതുപോലെ ലോക്ക് ചെയ്ത് നമുക്ക് സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. കംപ്ലീറ്റ് ഞാൻ ലോക്ക് ചെയ്തില്ല. അപ്പോൾ അങ്ങനെയും ഇതിനൊരു യൂസ് ഉണ്ട്. നല്ലൊരു നെഞ്ചക്കാണത്. ഞാൻ മേടിച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ്. പിന്നെ അതുപോലെ രണ്ടാമത്തെ കാര്യം വെയിറ്റ് ഉള്ളത് കൊണ്ടിട്ട് തന്നെ മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടി സ്പീഡായിരിക്കും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കറക്കി തുടങ്ങി ചിലപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എല്ലാ മൂവല്ല, ചില മൂവ്മെൻറ്റ്സ് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മളൊരു 10, 15, 20 പ്രാവശ്യമൊക്കെ ഇറക്കി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഭയങ്കര കംഫർട്ടബിളായി നമുക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് ഇതാണ് കറക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ ഭയങ്കര സ്പീഡാക്കും. ആ സ്പീഡാക്കുന്ന ടൈമിലായിരിക്കും ഒരടി തലക്കിട്ടോ ഫേസിനിട്ടോ അല്ലെന്നാണെങ്കിൽ കൈയിൻ്റെ ഈ ജോയിൻസിന് എവിടെയെങ്കിലും ഷോൾഡർ ജോയിൻസിന് എവിടെയെങ്കിലും അടി കിട്ടുന്നത്. ഓക്കെ, നല്ല പെയിൻഫുള്ളായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത്. പിന്നെ തലക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫൈബർ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ സ്റ്റീലാകുമ്പോൾ ഉണ്ടല്ലോ, സ്റ്റീല് വെയിറ്റ് ഉള്ളത് കൊണ്ടിട്ട് നല്ല സ്പീഡ് കിട്ടും, കാണാൻ നല്ല രസമായിരിക്കും കറക്കുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഭയങ്കര സ്പീഡിൽ കറക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എവിടെയെങ്കിലും ഒന്ന് പാളിയിട്ട് ഈ സാധനം കയ്യിലടിച്ചു കൊള്ളുന്നു. ഓക്കെ, അടിച്ചു കൊള്ളുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇഞ്ചുറി ആയിരിക്കും. അത് ചിലപ്പോൾ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. അത് ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തു എന്ന് വരും അത് റിക്കവർ ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടിയ ഒരു ഇഞ്ചുറി എന്ന് പറയുന്നത് റിസ്റ്റിൽ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. റിസ്റ്റിൽ സ്പിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോയിലും ഞാനത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ, നമ്മളിങ്ങനെ ചെയ്ത് കണ്ടോ, ഇങ്ങനെ കറക്കിയെടുക്കുന്ന കുറച്ചും കൂടി ഉണ്ടായാലും മൂവ്മെൻറ്റ്. ഇത് ഞാൻ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തവണ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടത് എയറിൽ കറങ്ങി കഴിഞ്ഞിട്ട് ഈ സംഭവം എയറിൽ തന്നെ ആ സ്പീഡിൽ വന്ന് കൈക്കിട്ടടിച്ചുകൊണ്ട് അത് നല്ലൊരു ഇഞ്ചുറി ആയിരുന്നു. പക്ഷേ അത് അധികം മേ ബി ഒരു വീക്കിനുള്ളിൽ റിക്കവറായി. ഓക്കെ, രണ്ടാമത് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് ഇവിടെ നിന്ന് ഇതുണ്ടോ, ഞാനത് ആ മൂവ്മെൻറ്റ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഇതുണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ പിടിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തട്ടിച്ചെടുക്കും. ഇതുണ്ടോ, ഇങ്ങനെ തട്ടിച്ചിട്ടെടുക്കും. അല്ലെന്നാണെങ്കിൽ കയ്യിൽ തട്ടിച്ചിട്ടെടുക്കും. ഇതുണ്ടോ, ഇങ്ങനെ എടുക്കും. ഈ മൂവ്മെൻറ്റ് കയ്യിൽ ചെയ്യണതിന് വരെ ഞാൻ കാലിൽ ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇതുണ്ടോ
ഈ സംഭവം ഇങ്ങനെ കൊടുക്കണതിന് പകരം ഇവിടെ നിന്ന് ഇതുണ്ടോ കാലിലേക്ക് കൊടുത്തു. ഓക്കെ, കാലിലേക്ക് ഇങ്ങനെ കൊടുത്തു, അവിടെ നിന്ന് തിരിച്ചെടുത്തു. എല്ലാം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ലേറ്റായി പോയപ്പോൾ സംഭവിച്ചത് ഇത് നേരെ ബാക്കിലേക്ക് പോയി. ഇത് വൺസ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ലെഗ് വന്നിട്ട് ഇതിലടിച്ചുകൊണ്ട് ഇതിലിങ്ങനെ വന്നിട്ട് ഇതുണ്ടോ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇതിങ്ങനെ അടിച്ചു കൊണ്ടിട്ട് ഇത് ഇവിടെ നിന്ന് മേളിലേക്ക് കയറി. ഓക്കെ, ഇത് ഇവിടെ നിന്ന് മേളിലേക്ക് കയറി വന്ന് ഇതിലടിച്ചു. ഏതിൽ? ഈ നക്കളുടെ ആ പോർഷനിൽ അടിച്ചു. ആ ഒരു ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം 1.5 മാസം ലാസ്റ്റ് ചെയ്തു. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ആ ഒരു മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അങ്ങനെ അതുകൊണ്ടിട്ട് കുറച്ച് റിസ്ക് ഉള്ളൊരു വെപ്പണാണ്. അപ്പോൾ സ്റ്റീല് അല്ലെങ്കിൽ വുഡ് ഒരുവിധം നിങ്ങൾ മറ്റേ ഫൈബറിൽ ചെയ്ത് കംഫർട്ടബിൾ ആവുന്നവരെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മേടിക്കണമെങ്കിൽ ഏത് നെഞ്ചക്ക് മേടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിനായിട്ട് പറയുന്നത് ഫൈബർ എടുക്കുക. ഫൈബർ വൺസ് കംഫർട്ടബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും കുറച്ച് നാൾ കഴിയാൻ നേരത്തെ ലൈക്ക് എന്താ പറയുക ഇത് കംഫർട്ടബിൾ ആണല്ലോ എന്ന് തോന്നിക്കഴിയുമ്പോൾ സ്റ്റീൽ എടുക്കരുത്, വുഡിലേക്ക് മാറുക. കാരണം ഫൈബറിൽ നിന്ന് സ്റ്റീലിലേക്ക് നല്ല വെയിറ്റാണത്. അപ്പോൾ മാറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വുഡിനാണെങ്കിലും അടി കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒരു മയം ഉണ്ടാവും. ഇതിന് ചിലപ്പോൾ ആ ഒരു മയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഫൈബറിൽ നിന്ന് മാറുമ്പോൾ വുഡിലേക്ക് മാറ്റുക. വുഡിൽ നിന്ന് മാറിയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റീലിലേക്ക് പോവാം. ഓക്കെ, ഇത് സ്പോർട്സ് ഷോപ്പിൽ കിട്ടും. നിങ്ങൾ ഓൺലൈനാണെങ്കിലും കിട്ടും. 200 അടുത്തൊന്നും വരുന്നുള്ളൂ ഈ ഒരു സംഭവത്തിന്. ഓക്കെ, ഇത് ഏകദേശം 400 വരുന്നുണ്ട്. വുഡാണെങ്കിൽ ഏകദേശം ഒരു 300 ആ റേഞ്ചിൽ തന്നെ വുഡും വരുന്നുണ്ട്. ഓക്കെ, സ്പോർട്സ് ഷോപ്പിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല. ഇതെടുക്കണമെങ്കിൽ ഞാനിതിൽ ലിങ്ക് ഇട്ടേക്കാം. ഇത് ആമസോണിൽ നിന്ന് എടുത്താണ്. നല്ല മെറ്റീരിയലാണ്, നല്ല അടിപൊളി മെറ്റീരിയൽ, ഒന്നും പറയാനില്ല. നല്ലൊരു മെറ്റീരിയലാണ് അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചിലതിൽ നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതിലെല്ലാ കാര്യവും നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ എടുക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇതെടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ചോദ്യം, നെഞ്ചക്ക് മേടിക്കുമ്പോൾ ഏത് നെഞ്ചക്ക് മേടിക്കുന്നതിന് എന്നുള്ള ചോദ്യത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനു മേടിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.